സഭയിലെ ഒരു പ്രധാനപ്പെട്ട തിരുനാളും അതോടൊപ്പം തന്നെ കടമുള്ള ദിവസവുമായിട്ട് ആചരിക്കുകയാണ്. അതെ, ധനഹ തിരുനാൾ സഭയിൽ ഇന്ന് ആഘോഷിക്കുന്നു. ധനഹ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം തന്നെ പ്രത്യക്ഷീകരണം, ഉദയം, ആവിഷ്കാരം, വെളിപാട് എന്നൊക്കെയാണ്. ഈ ധനഹ തിരുനാൾ ദിവസം ഈശോയുടെ മാമുദീസ നമ്മൾ അനുസ്മരിക്കുകയാണ്. ധനഹ തിരുനാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ലോകത്തിന് ആദ്യമായിട്ട് പരിശുദ്ധ ത്രിത്വ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ 17-ാം തിരുവചനം പറഞ്ഞു വയ്ക്കുന്നത് എങ്ങനെയാണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. യോഹന്നാൻ യേശുവിനെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാ, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. ലോകത്തിൻ്റെ പ്രകാശമായി അവതരിച്ച ക്രിസ്തുവിനെ അനുസ്മരിക്കുകയാണ് നാം ഇന്ന് ധനഹ തിരുനാൾ ദിവസം. നമ്മുടെ ഭവനങ്ങളിലൊക്കെ പിണ്ടി കുത്തിക്കൊണ്ട് തിരികൾ തെളിയിച്ചുകൊണ്ട് ആ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ നാം ഓർക്കുകയാണ്. ധനഹ തിരുനാളിൻ്റെ ആ തലേ ദിവസം ഇന്നലെ നമ്മളത് ചെയ്തു. ആ സമയത്ത് നമ്മൾ പാടുന്ന ഒരു പാട്ടിൻ്റെ ഒരു വാക്കിങ്ങനെയാ, ഏൽപ്പയ്യ ഏൽപ്പയ്യ. അതിനർത്ഥം ദൈവം പ്രകാശമാകുന്നുവെന്ന. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ധനഹ തിരുനാളിൽ നമ്മുടെ മാമുദീസയെക്കുറിച്ച് നമുക്കൊന്ന് ഓർക്കാം. ആ മാമുദീസ വേളയിൽ സ്വീകരിച്ച ചൈതന്യം അനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഈശോയുടെ ദൈവത്വത്തെ അംഗീകരിച്ച് അവിടുത്തെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും, ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ അംഗീകരിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുവാനും, ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവിടുത്തോട് ചേർന്നിരിക്കുവാനും ഈ ധനഹ തിരുനാളിൽ നമുക്ക് പരിശ്രമിക്കാം. എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഈ തിരുനാളിൻ്റെ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.